ഇതാര് ശ്യാമോ? വാ ഇരിക്കും. ആ ഇരിക്കെ. ഇത് എന്റെ കസിനാ. ഹലോ. ഹലോ. നീ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ നാട്ടിലേക്ക് വന്നു? കുറച്ചു നാളായി. ഇപ്പൊ ഞാൻ വന്നത് ചേച്ചിയുടെ ഒരു സഹായത്തിനാ. എന്ത് പറ്റിയടാ? നിന്റെ വീട്ടിൽ വല്ല റെയ്ഡ് നടന്നോ? പുരാവസ്തുക്കളടക്കം കണക്കിൽപ്പെടാത്ത ഒരുപാട് സ്വത്തുക്കൾ കാണുമല്ലോ. കോവിലകമല്ലേ? അതൊന്നുമല്ല. ഇതൊന്നും അല്ലാതെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ ഞാൻ നിനക്ക് എന്ത് സഹായം ചെയ്തു തരാനാ? എന്റെ കസിനൊരു ജോലി വേണം. ബികോം പാസ്സായതാ. ചേച്ചിക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കണ്ടു. ആ വേക്കൻസി ഒക്കെ ഫില്ലായി. നീ പറഞ്ഞതല്ലേ, ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നാളെ മുതൽ വന്നോട്ടെ. എന്താ കുട്ടിയുടെ പേര്? വർഷ. വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മൂന്ന. തൽക്കാലം അമ്മൂന്ന് രജിസ്റ്ററിലോട്ട് എഴുതിയാ മതി. അയ്യോ, വേറെ പ്രശ്നമൊന്നുമില്ല. ആള് ഡിവോഴ്സാ. പുള്ളിക്കാരിയെ തെരഞ്ഞു നടക്കുക ഭർത്താവ്. അതാ പേര് മാറ്റി പറഞ്ഞത്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? അമ്മു എങ്കിൽ അമ്മു. ശ്യാം ഒരു കാര്യം പറഞ്ഞാ അതെനിക്ക് നിരസിക്കാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയോ? വേണ്ട ചേച്ചി, ഇനി ബാംഗ്ലൂർ കഥ എടുത്ത് നിരത്താൻ നിൽക്കണ്ട. എനിക്കൊരല്പം ധൃതിയുണ്ട്. വർഷ, ഇന്നിപ്പോ 2 സ്റ്റാഫ് ലീവാണ്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. വർഷയല്ല, അമ്മു. അയ്യോ സോറി, അമ്മു. ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സർട്ടിഫിക്കറ്റിലൊന്നും ഒരു കാര്യമില്ല. ജേണൽ പിടിക്കാനും ലെഡ്ജർ എഴുതാനും ഒക്കെ അറിയില്ലേ? അതറിയാം മാം. അത് മതി. അഞ്ജു, ഒന്നിങ്ങോട്ട് വരുമോ? എന്താ മാഡം? ഇതമ്മു. ഇന്നു മുതൽ ഇവിടെ ജോയിൻ ചെയ്യാ. വർക്കുകളൊക്കെ അഞ്ജു ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ശരി മാഡം, വരൂ. എന്നാ ചേച്ചി, ഞാനും ഇറങ്ങുവാണേ.